ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. കർത്താവിൽ പ്രിയരെ, ഡൽഹി സെൻറ്റ് മേരീസ് കാനായ പള്ളിയുടെ ആഭിമുഖ്യത്തിൽ ഒരു ബൈബിൾ റീഡിംഗ് പ്രോഗ്രാം നാളെ മുതൽ ആരംഭിക്കുകയാണല്ലോ. ഡിസംബർ 1 മുതൽ പുതിയ നിയമത്തിൽ നിന്നാണ് നമ്മൾ വായിച്ച് അതിലെ ചിന്തകളാണ് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. 4 സുവിശേഷങ്ങളാണുള്ളത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം, വിശുദ്ധ മർക്കോസ്, വിശുദ്ധ ലൂക്കോസ്, വിശുദ്ധ യോഹന്നാൻ. അതിൽ ആദ്യം എഴുതിയത് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷമാണെന്ന് വേദപണ്ഡിതന്മാർ പറയുന്നു. യേശു ദൈവപുത്രൻ എന്ന് ലോകത്തിന് വെളിപ്പെടുത്തുക എന്നുള്ളതായിരുന്നു മർക്കോസ് സുവിശേഷകൻ്റെ ലക്ഷ്യം. രണ്ടാമത് എഴുതിയത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ആണ്. വിശുദ്ധ മത്തായി സുവിശേഷം എഴുതുന്നത് യഹൂദന്മാർക്ക് വേണ്ടിയാണ്. യഹൂദന്മാരെ പഴയ നിയമത്തിൽ പറയുന്നതായ മശിഹ ലോകരക്ഷകൻ യേശുവാണെന്ന് യഹൂദന്മാരെ ബോധ്യമാക്കുക. അതുകൊണ്ടാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ആരംഭിക്കുന്നത് ഒരു വംശാവലി, ജീനിയോളജി പറഞ്ഞുകൊണ്ടാണ്. ആ വംശാവലി അബ്രാഹാമിൽ ആരംഭിക്കുന്നു, യേശുവിൽ വന്ന് അവസാനിക്കുന്നു. 14 തലമുറകൾ വീതമുള്ള 3 ഘട്ടങ്ങളായിട്ട് 42 തലമുറകൾ അവിടെ പറയുന്നുണ്ട്. കാരണം അബ്രാഹാമിൽ ആരംഭിക്കാത്ത, അബ്രാഹാമിനെ കുറിച്ച് പരാമർശിക്കാത്ത ഒരു കാര്യവും യഹൂദന്മാർ അംഗീകരിക്കുകയില്ല. വിശ്വാസികളുടെ പിതാവാണ് അബ്രാഹാം. അതുകൊണ്ട് അബ്രാഹാമിൽ ആരംഭിച്ച് യേശുവിൽ വന്ന് അവസാനിച്ച് ആ ലോകരക്ഷകനാണ് യേശുക്രിസ്തു എന്ന് യഹൂദന്മാരെ ബോധ്യമാക്കുക എന്നുള്ളതാണ് വിശുദ്ധ മത്തായി സുവിശേഷകൻ്റെ ലക്ഷ്യം. ഇതുപോലെ മറ്റൊരു വംശാവലി നമുക്ക് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ വരുമ്പോൾ കാണാൻ പറ്റും. ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 23 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ കർത്താവിന് 30 വയസ്സ് പ്രായമായപ്പോൾ അവൻ തൻ്റെ പരസ്യമായ ശുശ്രൂഷ ആരംഭിച്ചെന്നും എന്നിട്ട് യേശുവിൽ ആരംഭിച്ച് ആ വംശാവലി പുറകോട്ട് പറയുകയാണ്. പുറകോട്ട് പറഞ്ഞ് ആ വംശാവലി ആദം വരെ പോകുന്നുണ്ട്. കാരണം ലൂക്കോസ് സുവിശേഷകൻ്റെ ലക്ഷ്യം ജാതികളുടെ രക്ഷയാണ്. യേശു യഹൂദന്മാരുടെ മാത്രമല്ല, സകല ജാതികളുടെയും രക്ഷയ്ക്കാണ് കർത്താവ് വന്നതെന്നും അതുകൊണ്ട് ആണ് അദ്ദേഹം സകല ജാതികൾക്കും വേണ്ടി ആ സുവിശേഷം എഴുതുന്നത് കൊണ്ടാണ് ആ വംശാവലി ആദം വരെ പോയത്. ആദമിൽ ജാതിയും മതവും ഒന്നുമില്ല, മനുഷ്യർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓരോ സുവിശേഷങ്ങളും എഴുതുന്നതിന് അതിൻ്റേതായ ഉദ്ദേശങ്ങളുണ്ട്. ഈ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നതായ വംശാവലിയിൽ 4 സ്ത്രീകളുടെ കാര്യം അവിടെ പറയുന്നുണ്ട്. താമാർ, രാഹാബ്, രൂത്ത്, ബേർശേബ. ഈ 4 പേരും മനഃപൂർവമല്ലെങ്കിലും പാപവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ഇങ്ങനെ പാപികളായ 4 സ്ത്രീകൾ യേശുവിൻ്റെ വംശാവലിയിൽ ഉൾപ്പെടുത്തിയത് കാണിച്ചിരിക്കുന്നത്? നമുക്കറിയാം, യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവിടെ സ്ത്രീകൾക്ക് വലിയ അവിലയൊന്നും അവർ കൽപ്പിക്കുന്നവരായിരുന്നില്ല. പുരുഷന് വേണ്ടി സ്ത്രീയെ സൃഷ്ടിച്ചു എന്നൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്ന ആളുകളാണ്. പക്ഷേ സ്ത്രീകൾ അവരുടെ വംശാവലിയിൽ അവർ പറയാറില്ല. പക്ഷേ ഇവിടെ മത്തായി സുവിശേഷകൻ ആ സ്ത്രീകളുടെ പേര് പറഞ്ഞു. ആ 4 പേരും ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പാപവുമായി ബന്ധപ്പെട്ടവരുമാണ്.
അങ്ങനെ പാപവുമായി ബന്ധപ്പെട്ട 4 സ്ത്രീകൾ യേശുവിൻ്റെ വംശാവലിയിൽ ഉൾപ്പെട്ടിരിക്കുന്നതായി പത്രോസ് ശ്ലീഹ എഴുതാൻ കാരണം യേശുവിൻ്റെ മനുഷ്യാവതാര ലക്ഷ്യം പാപികളുടെ രക്ഷയാണ്. കർത്താവും അത് പറഞ്ഞല്ലോ, ഞാൻ വന്നത് നീതിമാന്മാരെ അല്ല പാപികളെ രക്ഷിപ്പാനായിട്ടത്രേ. അതുകൊണ്ടാണ് അങ്ങനെ ആ 4 സ്ത്രീകളുടെ കാര്യങ്ങൾ അവിടെ പറയാനുണ്ടായ കാരണം. അപ്പോൾ പാപം എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. ബന്ധങ്ങളുടെ അകൽച്ചയാണ് പാപം. സൃഷ്ടിയായ മനുഷ്യൻ തൻ്റെ സൃഷ്ടിതാവിൽ നിന്നുള്ള അകൽച്ച, സൃഷ്ടിയായ മനുഷ്യനെ സമസൃഷ്ടിയായ മനുഷ്യനോടുള്ള അകൽച്ച, പ്രകൃതിയോടുള്ള അകൽച്ച, ഇതെല്ലാം പാപങ്ങളാണ്. എന്താണ് മാനസാന്തരം? ബന്ധങ്ങളിലേക്കുള്ള ഒരു തിരിച്ചുവരവാണ്. അപ്പോൾ മനുഷ്യൻ പാപമുഖാന്തരം ദൈവത്തിൽ നിന്നകന്നു, മനുഷ്യനിൽ നിന്നകന്നു. ആ മനുഷ്യൻ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിലേക്കും സഹോദരനിലേക്കും മനുഷ്യനിലേക്കുമുള്ള അവൻ്റെ മടങ്ങിവരവാണ് യേശുവിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് കർത്താവ് 2 സ്നേഹമാണ് കർത്താവ് പഠിപ്പിക്കാൻ ആഗ്രഹിച്ചത്. ഒന്ന്, സൃഷ്ടിയായ മനുഷ്യന് തൻ്റെ സൃഷ്ടിതാവിനോടുള്ള ബന്ധവും, സൃഷ്ടിയായ മനുഷ്യന് സമസൃഷ്ടിയായ മനുഷ്യനോടുള്ളതായ ബന്ധവും. ഈ 2 ബന്ധങ്ങളാണ് യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുടെ മുഴുവൻ ഉള്ളടക്കം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പഴയ നിയമത്തിൽ ന്യായപ്രമാണത്തിൻ്റെ 10 കൽപ്പനകളുടെ ഉള്ളടക്കവും ഈ 2 ബന്ധമാണ്. ആദ്യത്തെ 4 കൽപ്പന ദൈവമനുഷ്യ ബന്ധമാണ്. അവസാനത്തെ 6 കൽപ്പന മനുഷ്യ ബന്ധമാണ്. എന്ന് പറഞ്ഞാൽ 10 കൽപ്പനകളിൽ ആദ്യത്തെ 4 കൽപ്പനകൾ നമ്മൾ പാലിച്ചാൽ ദൈവത്തെ സ്നേഹിക്കുന്ന ആർക്കും ആ 4 കൽപ്പനകൾ ലംഘിക്കാനാവില്ല. മനുഷ്യനെ സ്നേഹിക്കുന്ന ആർക്കും അവസാനത്തെ 6 കൽപ്പനകൾ ലംഘിക്കാനാവില്ല. പക്ഷെ പഴയ നിയമത്തിൽ അതിൻ്റെ ആന്തരികമായ അർത്ഥം വേണ്ട രീതിയിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. എന്നാൽ അതിൻ്റെയൊക്കെ ഉള്ളടക്കം എന്തെന്ന് ലോകത്തിന് വ്യക്തമായി വെളിപ്പെടുത്തി കൊടുത്തവൻ നമ്മുടെ കർത്താവാണ്. അതുകൊണ്ട് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മളിനി മുന്നോട്ട് വേദഭാഗങ്ങൾ വായിച്ചു പോകുമ്പോൾ കർത്താവിൻ്റെ പഠിപ്പിക്കലിൻ്റെ ആഴം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നാളെ മുതൽ ആരംഭിക്കുന്നതായ ഈ ബൈബിൾ വായന നിരന്തരമായി അത് തുടരുവാൻ നിങ്ങൾക്കിടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഓരോ ദിവസവും 3 അധ്യായങ്ങൾ വീതമാണ് വായിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നാളെ മുതൽ മത്തായിയുടെ സുവിശേഷം 1, 2, 3 അധ്യായങ്ങൾ നിങ്ങൾ വായിക്കുക. അപ്പം ഓരോ അധ്യായങ്ങളുടെയും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ അതിന് ഇതുപോലെ ചെറിയ മെസ്സേജുകളിലൂടെ തന്ന് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. അങ്ങനെ ഈ ബൈബിൾ വായനാ പ്രോഗ്രാമിന് എല്ലാ അനുഗ്രഹങ്ങളും സർവശക്തനായ ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു.